എല്ലാവർക്കും എൻ്റെ പ്രണാമം. അറിവ് എന്ന കൃതിയിലെ ഒടുവിലത്തെ 2 പദ്യങ്ങളാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. അദ്വൈത സത്യം അത്യന്തം ലളിതമായി നമുക്ക് വിവരിച്ചു തരുന്ന ഒരു കൃതിയാണ് അറിവ്. അറിവ് എന്ന പദം തന്നെ അതിന് തെളിവാണ്. അറിവാണ് സത്യം. അറിവെന്ന് പറഞ്ഞാൽ ബോധം. ബോധമാണ് ഈ ജഡപ്രപഞ്ചത്തിന്റെ സത്യം. ബോധം എന്ന വാക്ക് എപ്പോഴും ഓർമ്മിക്കുക. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധം. നമുക്ക് തൽക്കാലം ആ ബോധത്തെ നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഉപനിഷത്ത് കാലം മുതൽ ഗുരുദേവന്റെ കാലം വരെയുള്ള സത്യദർശികൾ ഏകകണ്ഠമായി നമുക്ക് വിവരിച്ചു തരുന്ന സത്യമാണ്. ആ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധത്തിന്റെ സ്ഫുരണമാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ ഞാൻ എന്നിങ്ങനെ അനുഭവപ്പെടുന്നത്. ഞാനുണ്ട് എന്നിങ്ങനെ അനുഭവപ്പെടുന്നത്. ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ ആരംഭത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട്, ബ്രഹ്മം ആർക്കെങ്കിലും അനുഭവപ്പെടുന്നുണ്ടോ? അദ്ദേഹം വ്യക്തമായി ഉത്തരം നൽകുന്നു, സകലരും അനുഭവിക്കുന്നു. സകലരും. അഹം പ്രത്യയ വിഷയത്വാത്. അഹം പ്രത്യയം, ഞാൻ എന്നുള്ള അറിവ്, എന്നുള്ള അനുഭവം ഉള്ളിലിരിക്കുന്ന ബ്രഹ്മത്തിന്റെ അനുഭവമാണ്. പക്ഷെ അത് പലരിലും പലതായി കാണുന്നുണ്ടല്ലോ. അത് സാരമില്ല. ശരീരത്തിന്റെ പരിമിതി നിമിത്തം പലതെന്ന് തോന്നുന്നു. മനസ്സിനെ ഏകത്വഭാവം പഠിപ്പിച്ച് ഉപശമിപ്പിക്കുകയാണെങ്കിൽ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഈ ഞാൻ സർവത്ര പുറത്ത് സർവത്ര നിറഞ്ഞു നിൽക്കുന്നതായി അനുഭവപ്പെടും. അതാണ് ബ്രഹ്മം. നമുക്കാർക്കും നമ്മുടെ മനസ്സിനെ ഭേദചിന്ത ഒഴിച്ചുമാറ്റി ശുദ്ധീകരിക്കാമെങ്കിൽ അത് ക്രമേണ പൂർണ്ണമായും അനുഭവപ്പെടും. അപ്പോൾ ഈ അറിവാണ് സത്യം. അത് സർവത്ര നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അത് ജനിച്ചതല്ല, അത് അഖണ്ഡമാണ്, അത് നിശ്ചലമാണ്, അത് ആനന്ദഘനമാണ്. ചിലപ്പോൾ നമുക്ക് തോന്നാം, നിശ്ചലവും ഒക്കെ ആയ ഒരു സത്യത്തിനെ നമ്മളെന്തിനു കണ്ടുപിടിക്കണം? അത് ആനന്ദഘനമാണ്. അത് ആനന്ദം മാത്രം. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ആനന്ദവും ആ സത്യത്തിന്റെ വകയാണ്. അപ്പോൾ ജനിക്കാത്ത ആനന്ദം, ഒരു കുറവും വരാത്ത ആനന്ദം, മരിക്കാത്ത ആനന്ദം, അതാണ് നമ്മളൊക്കെ. അത് കണ്ടെത്തണം. ഇതാണ് ജഗത്തിന്റെ സത്യം. ഈ സത്യത്തിൽ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നും ഗുരുദേവൻ വിവരിക്കുന്നു. ഈ സത്യത്തിൽ യഥാർത്ഥത്തിൽ മറ്റൊന്നും ഉണ്ടാവാൻ സാധ്യമല്ല. അതും ചിന്തിച്ചാൽ നമുക്ക് ഊഹിക്കാം. സർവത്ര നിറഞ്ഞ നിശ്ചലമായി നിൽക്കുന്ന ഒരു വസ്തുവിൽ വേറൊന്ന് യഥാർത്ഥത്തിൽ എങ്ങനെ ഉണ്ടാവും? ചലനം ഉണ്ടെങ്കിലേ വേറൊന്നുണ്ടാവാൻ പറ്റൂ. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന വസ്തു എങ്ങോട്ട് ചലിക്കാനാണ്? ഉള്ളിലോ പുറത്തോ ആ വസ്തുവിൽ യാതൊരു ചലനവും സാധ്യമല്ല. അതുകൊണ്ട് കർമ്മം ഇല്ലാത്തതാണ്. ഗുരുദേവൻ ബ്രഹ്മവിദ്യാപഞ്ചകത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, കർമാപ്യാസത്. നിന്നിലുണ്ടെന്ന് തോന്നുന്ന ഈ കർമ്മം, അതായത് എനർജിയുടെ സ്പന്ദനം. ആധുനിക ശാസ്ത്രമൊക്കെ അന്വേഷിച്ച് നടക്കുന്ന എനർജിയുടെ സ്പന്ദനം. എവിടുന്നാണ് എനർജി സ്പന്ദിക്കുന്നത്? ഏതെങ്കിലും ശാസ്ത്രജ്ഞന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. പുറമേ 1000 യുഗം തപസ് ചെയ്താലും എനർജി എവിടെ സ്പന്ദനം ആരംഭിക്കുന്നു കണ്ടുപിടിക്കാനേ സാധ്യമല്ല. കാരണം
അങ്ങനെ എനർജി സ്പന്ദിക്കുന്നില്ല. അഖണ്ഡ നിശ്ചല ബോധം, അതിലെങ്ങനെ എനർജി സ്പന്ദിക്കും? പിന്നെ എനർജി സ്പന്ദിച്ച് ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ ഉണ്ടാക്കുന്നതായിട്ടാണല്ലോ ആധുനിക ശാസ്ത്രം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷെ എനർജി എവിടെ സ്പന്ദിക്കുന്നു പിടിയില്ല. പിന്നെ ഈ സ്പന്ദനവും അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളും ഉണ്ടെന്ന് തോന്നുന്നല്ലോ. അവിടെയാണ് ആ പോയിന്റ്. ഒരിക്കലും സ്പന്ദനം സാധ്യമല്ല. നമ്മൾ ഈ മായ എന്നൊക്കെ പറയുന്ന നല്ലവണ്ണം ധരിക്കണം. അവിടെയാണ് ഇത് വെറും ഒരു തോന്നൽ, മായയാണ്. ഈ സ്പന്ദനമുണ്ടെന്നും അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുണ്ടെന്നും ഒക്കെ തോന്നുന്നതും വെറും മായ. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ വെറും മായ, ഇല്ലാത്തതുണ്ടെന്ന് തോന്നുന്നതാണ് മായ. ഒരു ഐന്ദ്രജാലികന്റെ ഇന്ദ്രജാലം പോലെ. ഇതിന് ദൃഷ്ടാന്തമുണ്ടോ? ഉണ്ടല്ലോ. മരുഭൂമിയിൽ കാനൽ ജലം കാണുന്നു. ഗംഭീരമായ ഒരു സരസ് അലയടിക്കും പോലെ തോന്നുന്നു. അവിടെ ഒരു തുള്ളി വെള്ളമില്ല, പക്ഷെ തോന്നുന്നു. ഇതിനെത്രയോ ദൃഷ്ടാന്തങ്ങൾ വേദാന്തത്തിൽ അനവധി ദൃഷ്ടാന്തങ്ങൾ പറയുന്നേ. ആകാശത്തിലൊരു മേൽക്കെട്ടി തോന്നുന്നു. ഇപ്പൊ താഴെ ഇറങ്ങി നിന്ന് മുകളിലേക്ക് നോക്കിയാൽ ആകാശത്തിലൊരു മേൽക്കെട്ടി ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ഒരു മേൽക്കെട്ടിയും ഇല്ല. നല്ല ഘനമുള്ള ഒരു മേൽക്കെട്ടി ആകാശത്ത് മുകൾ ഭാഗത്തിൽ മൂടിയിരിക്കുന്നതായി തോന്നുന്നു. ഇതെങ്ങനെ? അത് വെറുതെ തോന്നുന്നു. നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ചയുടെ പരിമിതി നിമിത്തം തോന്നുന്നു, അത്രയേ ഉള്ളൂ. അവിടെ ഒരു മേൽക്കെട്ടിയില്ല. സന്ധ്യയ്ക്ക് നടന്നു പോകുമ്പോൾ വഴിയിലൊരു കയറി കിടക്കുന്നത് സർപ്പത്തിന്റെ തോന്നലുളവാക്കുന്നു. ഇതൊക്കെ ഇതിന് ദൃഷ്ടാന്തമാണ്. അവിടെ സർപ്പമുണ്ടോ? ഇല്ല, ഉള്ളത് കയറാണ്. അതുപോലെ തന്നെ സന്ധ്യയ്ക്കൊരു മരക്കുറ്റിയിൽ പിശാചിന്റെ അല്ലെങ്കിൽ ഒരു പുരുഷന്റെ തോന്നലുളവാക്കുന്നു മരക്കുറ്റി. അവിടെ പുരുഷനുണ്ടോ? ഇല്ല, ഒരു വെറും മരക്കുറ്റി. സ്ഥാണു പുരുഷൻ എന്ന് പറയും. സ്ഥാണു എന്ന് വെച്ചാൽ മരക്കുറ്റി. അങ്ങകലെ ഒരു ചിപ്പി, സൂര്യരശ്മിയിലും മറ്റും അങ്ങനെ തിളങ്ങി വെള്ളി, ശുക്തി രജത്വം, ഇതൊക്കെ ഇതിന് ദൃഷ്ടാന്തമാണ്. ഒരു ചിപ്പി കിടക്കുന്നത് കണ്ടാൽ ഒന്നാം തരം വെള്ളി കിടക്കുന്നതായിട്ട് തോന്നും. അവിടെ വെള്ളിയുണ്ടോ? വെറും ചിപ്പി. ഇങ്ങനെ നിരവധി ദൃഷ്ടാന്തങ്ങൾ. കണ്ണിന് സൂക്കേടുണ്ടെങ്കിൽ ഒരു ചന്ദ്രൻ അനേക ചന്ദ്രന്മാരെ പോലെ തോന്നും. മാത്രമല്ല, ദൂരെ നിന്ന് നോക്കിയാൽ ഏത് വസ്തുവും പല പല കാഴ്ചകൾ തോന്നിക്കും. അകലം അതിന്റെ വ്യത്യാസം അനുസരിച്ച്. പണ്ട് മനുഷ്യൻ ചന്ദ്രനിൽ പോയപ്പോൾ നിരവധി ഫോട്ടോകൾ, ചന്ദ്രന്റെ ഫോട്ടോകൾ അയച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ചന്ദ്രനോട് അടുക്കും തോറും ആ ഫോട്ടോകൾ മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു വസ്തു പക്ഷേ അകലം നിമിത്തവും കണ്ണിന്റെ കാഴ്ചക്കുറവ് നിമിത്തവും വെളിച്ചത്തിന്റെ കുറവ് നിമിത്തവും മറ്റു പല കാരണങ്ങളാലും അനേകതരം ഭ്രമം ഉളവാക്കാം. അതുപോലെ അഖണ്ഡ ബോധരൂപമായ ബ്രഹ്മം നിരവധി പ്രപഞ്ചത്തിന്റെ ഭ്രമം ഉളവാക്കുന്നു. ഭ്രമം. ആ സത്യത്തെ അടുക്കും തോറും ഈ ഭ്രമം മാറും. പൂർണ്ണ സത്യാനുഭവത്തിൽ പ്രപഞ്ചത്തിന്റെ കണിക പോലുമില്ല. ആ സത്യം മാത്രം എങ്ങും എവിടെയും ആനന്ദഘനവും അഖണ്ഡവുമായ ഒരേ സത്യം. അതുമാത്രമാണ് സത്യം. മറ്റൊക്കെ അതിലെ കള്ളങ്ങൾ, ഭ്രമങ്ങൾ. ശക്തിസ്പന്ദനം പോലും അതിലെ വെറും ഭ്രമം. അപ്പൊ ഈ ഭ്രമത്തിന്റെ ക്രമമെന്താ? അതും ഗുരുദേവൻ ഇതാ വിവരിക്കുന്നു. ഇത് ഓർമ്മിച്ചു വെക്കുക. ഏത് വേദാന്ത പ്രഭാഷണം കേൾക്കാൻ പോയാലും, സപ്താഹം കേൾക്കാൻ പോയാലും, കോവിലിൽ പോയാലും ഇത് ഓർമ്മിച്ചു വെക്കുക. ഈ സത്യമേ ഉള്ളൂ. ഇപ്പൊ ഗുരുവായൂർ അവനെക്കുറിച്ച് ഭട്ടതിരി എന്ത് പറയുന്നു? സാന്ദ്ര ആനന്ദാവബോധാത്മകം. അതാണ് ഈ ബ്രഹ്മം.
സാന്ദ്രം എന്ന് വെച്ചാൽ ഇടതിങ്ങിയ ആനന്ദം. സാന്ദ്ര ആനന്ദ അവബോധം, ബോധവും ഇടതിങ്ങിയ ബോധവും ആനന്ദവും കൂടിച്ചേർന്ന വസ്തു. സാന്ദ്രാനന്ദം വെച്ചാൽ കട്ടിപിടിച്ച സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം. അതിനോട് ഉപമിക്കാൻ മറ്റൊരു വസ്തുവില്ല. എങ്ങനെ അതിനോട് മറ്റെന്ത് വസ്തുവിനെ ഉപമിക്കും? ഈ നാരായണീയത്തിലൊക്കെയുള്ള ആദ്യത്തെ പദ്യമെങ്കിലും വായിച്ച് നേരെ മനസ്സിലാക്കിയിട്ട് കൃഷ്ണനാര് അല്ലെങ്കിൽ രാമനാര് എന്നൊക്കെ ചിന്തിക്കുക. അതൊന്നും ചെയ്യാതെ ഈ കൃഷ്ണഭക്തി രാമഭക്തി എന്നൊക്കെ പറഞ്ഞാൽ എവിടെയാ ചെന്ന് അവസാനിക്കുക? ഇത് ഭട്ടതിരി ആദ്യം തന്നെ വിവരിക്കുന്നതല്ലേ. സാന്ദ്ര ആനന്ദാവബോധാത്മകം അനുപമിതം. അതിനോട് തുല്യപ്പെടുത്താൻ ഒരു വസ്തുവിനില്ല. കാലദേശ അവധിഭ്യാം നിർമുക്തം എന്നുവെച്ചാൽ അനന്തം. കാലത്തിന്റെ പരിമിതിയോ ദേശത്തിന്റെ പരിമിതിയോ അതിനില്ല. കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം. അതിനെ ഒരു കളങ്കവും ഇന്നുവരെ ബാധിച്ചിട്ടില്ല. പിന്നെയാണോ അതിൽ പ്രപഞ്ച ഉത്പത്തി? നിത്യമുക്തം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. വേദത്തിലെ അനേകം വാക്യങ്ങളിൽ കൂടി ആ സത്യം നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നു. ആ സത്യം പ്രജ്ഞാനമാണ്, ബോധമാണ്. പ്രജ്ഞാനം ബ്രഹ്മ. 4 പ്രധാന മഹാവാക്യങ്ങൾ തന്നെ ഉണ്ട്. പ്രജ്ഞാനം എന്ന് വെച്ചാൽ ബോധം. ബോധമാണ് ബ്രഹ്മം. തത്വമസി, കുഞ്ഞേ നീ അതുതന്നെ. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്. അയമാത്മാ ബ്രഹ്മ, ഈ കാണുന്ന ജീവാത്മാക്കളൊക്കെ ബ്രഹ്മമാണ്. ഇങ്ങനെ എത്ര മഹാവാക്യങ്ങൾ അത് സർവത്ര നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെ നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. അസ്പഷ്ടം, ഇന്ദ്രിയങ്ങൾ കൊണ്ട് ആ സത്യത്തെ അനുഭവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അസ്പഷ്ടം. കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, ചെവി കൊണ്ട് കേൾക്കാൻ പറ്റില്ല. അതെങ്ങനെ സാധിക്കും? കേനോപനിഷത്ത് പറയും പോലെ ആ സത്യം, ആ ബോധസത്യം പിന്നിലുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ ചെവി കേൾക്കുന്നത്. അപ്പൊ പിന്നെ ആ ചെവിക്ക് എങ്ങനെ ബോധസത്യത്തെ കണ്ടെത്താൻ കഴിയും? തലച്ചോറിന് കണ്ടെത്താൻ കഴിയില്ല. തലച്ചോറുള്ളതായിത്തീരുന്നത് ആ ബോധസത്യമുള്ളതുകൊണ്ടാണ്. നെർവസ് സിസ്റ്റം ഉള്ളതായിത്തീരുന്നത് ആ ബോധസത്യമുള്ളതുകൊണ്ടാണ്. ബോധസത്യം ഇല്ലെന്ന് വെച്ചാൽ നെർവസ് സിസ്റ്റം ഇല്ല, തലച്ചോറില്ല, ചെവിയില്ല, കണ്ണില്ല, മൂക്കില്ല. ഉണ്ടെന്ന് ആര് പറയും? ഉണ്ട് എന്ന് പറയാനൊരു വസ്തു വേണ്ടേ? അനുഭവിക്കാനൊരു വസ്തു വേണ്ടേ? അപ്പോ അത് ഈ വേദാന്തവാക്യങ്ങളിൽ കൂടെ മാത്രമേ അനുഭവിക്കാൻ പറ്റൂ, കണ്ടെത്താൻ പറ്റൂ, വിചാരം ചെയ്തറിയാൻ പറ്റും. പിന്നെ അതിന്റെ ഒരു ഏകദേശ രൂപം ഞാനുണ്ട് എന്ന് നമുക്ക് പ്രത്യക്ഷമായി അനുഭവിക്കാം. അവിടെ തന്നെ ചിന്തിച്ചാൽ നോക്കിയാൽ മനസ്സിലാവുള്ളൂ. ഞാനുണ്ട് എന്ന അനുഭവം കണ്ണിന് കിട്ടാൻ പറ്റുമോ? കാതിന് കിട്ടാൻ പറ്റുമോ? നമ്മുടെ ഉള്ളിൽ ഞാനുണ്ട് എന്ന് ഗംഭീരമായി അനുഭവിക്കുന്നു. ഇതേത് ഇന്ദ്രിയം കൊണ്ട് കണ്ടെത്താൻ കഴിയും? ആ സത്യത്തെ പിന്തുടർന്ന് ഉള്ളിലേക്ക് ചെല്ലുക. എങ്ങനെ പിന്തുടരുക? അതിനെ മറ മാറ്റി ഉള്ളിലേക്ക് ചെല്ലുക. അപ്പോ അസ്പഷ്ടം, അത് ഇന്ദ്രിയങ്ങൾക്കൊന്നും പിടികിട്ടില്ല. ഗുരുവായൂരപ്പൻ ആരാന്നായി ഈ പദ്യം പറയുന്നത്? ഇതൊക്കെ പറഞ്ഞു വെച്ചാലും ഗുരുവായൂരപ്പൻ അവിടെ വസുദേവന്റെ പുത്രനായി ജനിച്ചു. അതിലപ്പുറം ഒരു ഗുരുവായൂരപ്പൻ ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ ഗുരുവായൂരപ്പൻ പറയുന്നു, ഞാൻ മനുഷ്യ ശരീരിയായി ആണെന്ന് കാണുന്നവൻ മൂഢനാണ് എന്ന് ഗീതയിൽ പറയുന്നു. അവജാനന്തിമാം മൂഢാഹ. അതിൽ ഇനി എന്ത് പറയണം? അതെന്തിനാ? ഈ തത്വം ഗുരുവായൂരപ്പനിൽ കൂടി
വിചാരം ചെയ്ത് ഗ്രഹിക്കാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ പറയുന്ന ആ തത്വമാണ് ഇവിടെ അറിവ്. ഗുരുദേവൻ അറിവെന്ന മലയാള പദം കൊണ്ട് പറയുന്നത് ഈ ഗുരുവായൂരപ്പനാണ്. അസ്പഷ്ടം സ്പഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാസ്പദം. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഈ ഭേദചിന്തയും ഒക്കെ മാറി ആ സത്യം ഒന്ന് തെളിഞ്ഞു വന്നാൽ, ഒന്ന് തെളിഞ്ഞാൽ പുനരൊരു പുരുഷാർത്ഥാസ്പദം, അങ്ങേയറ്റത്തെ പുരുഷാർത്ഥം മോക്ഷം, ദുഃഖമോചനം. മോക്ഷം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തു നിന്ന് പോയി നേടേണ്ട കാര്യമൊന്നുമല്ലേ. ദുഃഖമേ ഇല്ല, ആനന്ദം മാത്രം അനുഭവിക്കുന്ന അവസ്ഥ. അതനുഭവിക്കാമോ? ഇപ്പം മോക്ഷം, ദുഃഖമില്ല. അതാണ് ദുഃഖമോചനം. മോചനമാണ് മോക്ഷം. ഏതിൽ നിന്നുള്ള മോചനം? ദുഃഖമോചനം. അസ്പഷ്ടം സ്പഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാസ്പദം. അങ്ങനെയുള്ള ബ്രഹ്മതത്വം ഉപനിഷത്തുകൾ പറയുന്ന നിഗമശത സഹസ്രേണ നിർഭാസ്യമാനം ബ്രഹ്മതത്വം തത്താബദ്ധാതി സാക്ഷാത് ഗുരുഭവനപുരേ. ഗുരുവായൂരിൽ ഇരിക്കുന്ന ആ ഗുരുവായൂരപ്പൻ ഈ ബ്രഹ്മതത്വമാണ് മനുഷ്യ. അത് നല്ലവണ്ണം ചിന്തിച്ചറിഞ്ഞോളൂ. ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. ഒന്നാമത്തെ പദ്യത്തിൽ തന്നെ അദ്ദേഹം വളരെ സ്പഷ്ടമായി ആ ബ്രഹ്മം എന്താണ്, അതാണ് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ, ഗുരുവായൂരപ്പൻ എന്ന രൂപം തൽക്കാലം മനസ്സിന് ധ്യാനിച്ചേകാഗ്രപ്പെട്ട് ഈ ബ്രഹ്മതത്വം സാക്ഷാത്കരിക്കാനുള്ള ഒരു മാധ്യമം മാത്രം. എല്ലാ ഈശ്വരരൂപങ്ങളും അത്രയുള്ളൂ, വെറും ഒരു മാധ്യമം. അതൊന്നും യഥാർത്ഥ ഈശ്വരനല്ല. ഗുരുവായൂരപ്പൻ യഥാർത്ഥ ഈശ്വരൻ, ഗുരുവായൂരപ്പന്റെ ആ രൂപം യഥാർത്ഥ ഈശ്വരനല്ലെന്ന് പറഞ്ഞാൽ ഭക്തന്മാർ അങ്ങനെ കോപം കൊണ്ട് തുള്ളിച്ചാടുന്നു. എന്താണ് വെറുതെ? അപ്പം തുള്ളിച്ചാടുന്നെങ്കിൽ ആ കോപം മുഴുവൻ ആരിലേക്കാ ചെല്ലേണ്ടത്? ഭട്ടതിരിയിലേക്ക്, വ്യാസനിലേക്ക് ഒക്കെയല്ലേ ചെല്ലേണ്ടത്? ഇതൊക്കെ വ്യക്തമായി ധരിക്കുക. ബ്രഹ്മതത്വം തത്വാബദ്ധാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. ആ ഗുരുവായൂരപ്പനെയാണ് ഇവിടെ ഗുരുദേവൻ അറിവ്, അറിവ് എന്ന പച്ച മലയാള പദം കൊണ്ട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ അറിവ് മാത്രമാണ് സനാതന സത്യം, മറ്റൊന്നും സത്യമല്ല. ഈ സത്യത്തിൽ അസത്യമായ പ്രപഞ്ചം ഉണ്ടെന്ന് തോന്നാനിട വരുന്നു. അതെങ്ങനെയാണ്? അതാണ് നേരത്തെ പറഞ്ഞല്ലോ, മായ. ഒരു ശക്തിസ്പന്ദനം പോലും അവിടെ ഉണ്ടാകാൻ സാധ്യമല്ല. ഇനി എത്ര യുഗം ആരൊക്കെ പ്രയത്നിച്ചാലും ആ ബോധതത്വത്തിൽ എനർജിയുടെ ഒരു സ്പന്ദനം പോലും യഥാർത്ഥത്തിൽ ഉണ്ടെന്ന് സ്ഥാപിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അതിനെ ആകെ വേദാന്തം മായ 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 വെറുതെ ഉണ്ടെന്ന് തോന്നുന്നു. യുക്തിഹീന പ്രകാശസ്യ സംജ്ഞ മായ. യുക്തിയില്ലാത്ത കാഴ്ച, ആ കാഴ്ച കണ്ടോളൂ. പക്ഷെ അതിലൊക്കെ എന്താ, ഐന്ദ്രജാലികൻ കാണിക്കുന്ന കാഴ്ചകളിലൊക്കെ ഐന്ദ്രജാലിക ശക്തി മാത്രമേ ഉള്ളൂ. അവിടെ കാഴ്ച ഒന്നും സത്യമല്ല. അതുകൊണ്ട് ഈ കാണുന്നതിലൊക്കെ ആ ജഗദീശ്വരനെ തന്നെ കണ്ടോളൂ. മായാരൂപങ്ങളിൽ മായാവിയെ കണ്ടോളൂ. അല്ലാതെ മായാരൂപങ്ങൾ സത്യമാണെന്ന് ഭ്രമിച്ചാൽ നിങ്ങൾ അതിയായി ദുഃഖിക്കേണ്ടി വരും. അതിനുവേണ്ടിയാണ് ഗുരുദേവൻ ഈ അറിവിനെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ട് ഇനി അറിയപ്പെടുന്നത് അതാണ് ഇല്ലാതെ ഉണ്ടെന്ന് തോന്നുന്ന കാഴ്ചകൾ അറിയപ്പെടുന്നത്. ഗുരുദേവൻ ആദ്യത്തെ പദ്യത്തിൽ തന്നെ വ്യക്തമായി പറഞ്ഞില്ലേ, അറിയപ്പെടും, ഇത് വേറല്ല, അറിവായിടും. അറിയപ്പെടുന്നത് ഒക്കെ അറിവ് തന്നെ, രണ്ടാമതൊന്നും ഇവിടെ ഉണ്ടാകാൻ സാധ്യമല്ല. ആ അറിയപ്പെടുന്നതിന്റെ ക്രമമെന്താണ് പറയാം. അറിവ് സത്യം, ഇനി അറിയപ്പെടുന്നത് അസത്യം. ആ അസത്യത്തിന്റെ തോന്നലിനൊരു ക്രമം പറയാം.
ആദ്യമായി ജീവഭാവം ഞാനുണ്ട് എന്ന തോന്നൽ പൂർണ്ണ സത്യമല്ല. ആ തോന്നലിനെ പിന്തുടർന്നു ചെന്നാൽ നമുക്ക് പരമസത്യം അനുഭവിക്കാം. അത്ര അടുത്ത് നിൽക്കുന്നതാണ്. എങ്കിലും അത് പൂർണ്ണ സത്യമല്ല. ഞാനുണ്ട് എന്ന ശബ്ദം ജഡമാണ്. എനർജിയുടെ സ്പന്ദനം ആരംഭിക്കുന്നത് ശബ്ദത്തിലാണ്. സൃഷ്ടിയുടെ ആരംഭം ശബ്ദം അഥവാ ധ്വനി, സൗണ്ട് എനർജിയുടെ ഓരോ സ്പന്ദനവും സൗണ്ടാണ്, ധ്വനി. ഇവിടെ ഏതെങ്കിലും ഒരു ധ്വനി ഉച്ചരിച്ചെങ്കിലേ ഞാൻ എന്ന ജീവഭാവം അനുഭവപ്പെടൂ. അതിനെ നമ്മൾ ബ്രഹ്മമായിട്ട് പറയുന്നു. എന്തുകൊണ്ട്? അത്ര അടുത്ത് നിൽക്കുന്നു, തൊട്ടടുത്ത് നിൽക്കുന്നു. ആ സൗണ്ടൊന്ന് ശമിച്ചാൽ ജീവൻ ബ്രഹ്മമാണ്. ഞാനുണ്ട് എന്ന ആ ഞാൻ. ഇപ്പം നമ്മൾ മലയാളത്തിൽ ഞാനെന്ന് പറയുന്നു, ഇംഗ്ലീഷിലായി, സംസ്കൃതത്തിൽ അഹം, അമീബ. എന്ത് ഭാഷയാണ് പറയുന്നതെന്ന് നമുക്ക് നിശ്ചയമില്ല. പക്ഷെ അമീബയും എന്തോ ഒരു ധ്വനി പറഞ്ഞ് ഞാനുണ്ട് എന്നനുഭവിക്കുന്നു. ഉറുമ്പും ഒക്കെ എങ്ങനെ അറിയാം? നമ്മളതിൻ്റെ അടുത്തേക്ക് ചെന്നാൽ അത് ജീവനും കൊണ്ട് ഓടുന്നത് കാണാം. തന്നെ രക്ഷിക്കാൻ ഉള്ള വെമ്പൽ. അപ്പോ ഈ സൗണ്ട് എനർജി, അതാണ് ശബ്ദം. ആകാശം നിറഞ്ഞ് ആ ശബ്ദം സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്പേസിൽ സർവത്ര ആ ശബ്ദം, ഒരു മുഴക്കം, ധ്വനി, അക്ഷരങ്ങളിൽ വ്യക്തമാകാത്ത ധ്വനി സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ശാസ്ത്ര സിദ്ധാന്തം. നമുക്ക് ആ ശബ്ദം കേൾക്കുക പോലും ചെയ്യാം എന്ന് ഉപനിഷത്തുകൾ പറയുന്നു. നിങ്ങൾ ചെവി പൊത്തി നോക്കിയാൽ ആകാശത്തിൽ അങ്ങനെ ആ ശബ്ദത്തിന്റെ മുഴക്കം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അനുഭവിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ എന്ന ജീവഭാവമാണ് ഈ ശബ്ദം വഴി ആദ്യത്തെ അറിയപ്പെടുന്ന വസ്തു. അത് കള്ളമാണ്, സത്യമല്ല. ആ ജീവഭാവം പോലും ഉള്ളിലേക്ക് ചെന്നാൽ ധ്വനി അടങ്ങി ബ്രഹ്മമായി മാറും. അതുകൊണ്ടാണ് അത് അസത്യം എന്ന് പറയുന്നത്. പിന്നെ എന്താ? ഞാൻ ഉണ്ടെന്ന അനുഭവം ബ്രഹ്മത്തിന്റെ തന്നെ അനുഭവമാണ്. അത് അത്ര അടുത്ത് നിൽക്കുന്നു. അതിനെ ഒന്ന് പിന്തുടർന്നാൽ ഉടൻ അതിനെ കണ്ടെത്താൻ കഴിയും, ബ്രഹ്മത്തെ. അതുകൊണ്ടാണ് ഞാനെന്ന ജീവാനുഭവം ബ്രഹ്മത്തിന്റെ അനുഭവം തന്നെയാണ് നേരിട്ട് എന്ന് ശാസ്ത്രം പറയുന്നത്. ആ ജീവനാണ് ആദ്യത്തെ അറിയപ്പെടുന്ന വസ്തു. അപ്പോ അഖണ്ഡമായ ബോധം ഓർമ്മിക്കുക. അഖണ്ഡമായ ബോധം ബ്രഹ്മം, അതുമാത്രം സത്യം. അതിൽ മായ ഒരു ജീവന്റെ തോന്നലുളവാക്കുന്നു. നമ്മിലൊക്കെ ഉള്ള ഞാൻ എന്ന ജീവഭാവം. ആ ജീവഭാവം തോന്നിക്കഴിഞ്ഞാൽ പിന്നെന്താ? അറിവിലിരുന്ന് ഒരഹന്ത ആദ്യമുണ്ടായി വരും. ആത്മോപദേശ ശതകം. ഈ അഖണ്ഡമായ അറിവെന്ന ആ സത്യത്തിൽ നിന്നും ഒരഹന്ത ഞാൻ ആദ്യം ഉണ്ടായി വരും, ഉണ്ടാകുന്നതായി തോന്നും. പിന്നെ അത് കഴിഞ്ഞിട്ടോ ആ അഹന്ത ജഡങ്ങളെ ഉണ്ട് ഇല്ല എന്ന രണ്ടനുഭവം. ഈ ഞാനിൽ ഉണ്ട് ഇല്ല എന്ന രണ്ടനുഭവം, ഒരു പ്രൊജക്ഷൻ. ഇതൊക്കെ എങ്ങനെ ഉണ്ടാകുന്നു? മായ. ഒരു വിവരണവുമില്ല. ഈ ഞാൻ തന്നെ എങ്ങനെ ഉണ്ടായി? വിവരണമില്ല, ഉണ്ടാകാൻ സാധ്യമല്ല. പക്ഷെ ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ ഞാനെന്നുള്ളതിൽ ഉടൻ കസേരയുണ്ട്, മേശയില്ല. അല്ലെങ്കിൽ കസേരയുണ്ട്, കസേരയില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തല്ലോ. രണ്ട് ഉണ്ട് ഇല്ല. അറിവും അതിന് വണ്ണം ചെന്ന് അറിയപ്പെടും. ഇത് രണ്ട്. ഒന്ന് അറിയുന്നുണ്ട്, ഒന്ന് അതില്ല എന്ന് 12ാമത്തെ പദ്യം. ഇത് ഞാനിൽ അങ്ങോട്ട് തുടർന്ന്
ഉണ്ട് ഇല്ല എന്ന അനുഭവം ഉണ്ടാവുന്നു. അതാണ് മനസ്സിന്റെ തുടക്കം. ഞാൻ എന്ന ജീവഭാവം അതിൽ മനസ്സെന്നോ ബുദ്ധിയെന്നോ അന്ധക്കരണമെന്നോ ചിത്തമെന്നോ എന്ത് പേര് പറഞ്ഞാലും വേണ്ടില്ല, അതാരംഭിക്കുന്നു. ഉണ്ട് ഇല്ല അതിന്റെ അനുഭവം മുഴുവൻ ഈ രണ്ടിൽ നമുക്ക് ഒതുക്കാം. ഉണ്ട് ഇല്ല അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി ആണ് ബുദ്ധി ഉണ്ടെന്ന് തോന്നി, അല്ലെങ്കിൽ മനസ്സുണ്ടെന്ന് തോന്നി. മനസ്സ് ബുദ്ധിയൊക്കെ പര്യായം. അവ അഖണ്ഡബോധവസ്തു, അതാണ് സത്യം. അതിൽ ഞാൻ ഒരു ചെറിയ തോന്നൽ, അസത്യത്തിന്റെ തോന്നൽ. ആദ്യം ഞാൻ ജീവഭാവം, തുടർന്ന് ബുദ്ധിയുടെ തോന്നൽ, ഉണ്ട് ഇല്ല എന്ന അനുഭവം ജീവനിൽ വന്നു ചേരുന്നു. അപ്പൊ 3 ആയില്ലേ? പരമസത്യം, അത് സത്യം. അസത്യം ഞാൻ, അതിൽ മനസ്സ്, ഉണ്ട് ഇല്ല എന്ന അനുഭവത്തിന്റെ തുടക്കം. ഈ ഉണ്ട് ഇല്ല എന്ന അനുഭവം പിന്നെ 5 വിഭജിക്കപ്പെടുന്നു. അതാണ് ജഡപ്രപഞ്ചം. എന്താ? ശബ്ദ സ്പർശ രൂപരസഗന്ധങ്ങൾ. 6ാമതൊരു വസ്തു ഈ ലോകത്തോ പരലോകത്തോ കാണാൻ സാധ്യമല്ല. ഇവിടെയും പരലോകത്തുമൊക്കെയുള്ള സകല വസ്തുക്കളും ഈ 5 എണ്ണത്തിന്റെ കൂടിക്കലർപ്പ. ശബ്ദ സ്പർശ രൂപരസഗന്ധങ്ങൾ. ആ 5 എണ്ണത്തെയും അനുഭവിക്കാനുള്ള 5 ഇന്ദ്രിയങ്ങളും, ജ്ഞാനേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക് തുടങ്ങിയ ജ്ഞാനേന്ദ്രിയങ്ങൾ, ത്വക്ക്, ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങളും വന്നു ചേരുന്നു. പ്രപഞ്ചം തീർന്നു. ഇതിന്റെ പലതരത്തിലുമുള്ള കൂടിക്കലർപ്പാണ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ. 5 എണ്ണം ശബ്ദ സ്പർശ രൂപരസഗന്ധങ്ങൾ. ഒന്നുകൂടെ ഓർമ്മിക്കുക, പ്രപഞ്ചം തീർന്നു. ഈ പ്രപഞ്ചം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നാണല്ലോ ഇന്ന് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഇങ്ങനെ പരക്കം പാഞ്ഞ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പിടിയും കിട്ടുന്നില്ല. ഇന്നുവരെ പിടി കിട്ടിയില്ല. ഇനി ഒരു പിടിയും കാര്യമായി കിട്ടാനും പോകുന്നില്ല. എന്തൊക്കെയോ തിയറികളുണ്ടാവും, അതൊക്കെ നിഷേധിക്കും. ഒരു തമോഗർത്തത്തിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത് എന്നീ അടുത്ത കാലം സ്റ്റീഫൻ ഹോക്കിൻസും ഒക്കെ സിദ്ധാന്തിച്ചുകൊണ്ടിരുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയാണ് പത്രത്തിൽ കണ്ടത് സ്റ്റീഫൻ ഹോക്കിൻസ് ആ സിദ്ധാന്തമൊക്കെ നിഷേധിച്ചു. തമോഗർത്തത്തിൽ നിന്നൊന്നുമല്ല പ്രപഞ്ചം ഉണ്ടാകുന്നത്, അതിലല്ല പ്രപഞ്ചം പോയി ലയിക്കുന്നത്, അതൊക്കെ പെശകായിപ്പോയി എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അങ്ങനെ ഒന്നും ആർക്കും കണ്ടെത്താൻ സാധ്യമല്ല. നേരെ മറിച്ച് ഗുരുദേവന്റെ ഈ പ്രപഞ്ചോത്പത്തി വിവരണം അതിസൂക്ഷ്മം. അത് ചിന്തിച്ചു നോക്കുക. ഒരേ ഒരു സത്യം, അതിൽ മായ ജീവന്റെ തോന്നൽ ഉളവാക്കുന്നു. സൃഷ്ടിയുടെ ആരംഭം. ആ ജീവനിൽ ബുദ്ധി അഥവാ അന്ധക്കരണം, മനസ്സ്, ഇതൊക്കെ നമ്മിലുണ്ട്. ഞാൻ എന്ന ജീവഭാവം നമ്മിലുണ്ട്. നമുക്ക് തന്നെ അനുഭവിച്ച് ബോധ്യപ്പെടാവുന്നതാണ് ഞാനെന്ന ജീവഭാവം. തുടർന്ന് ഉണ്ട് ഇല്ല എന്നുള്ള അനുഭവം. പ്രപഞ്ചം മുഴുവൻ ഉണ്ട് ഇല്ല എന്ന 2 അനുഭവത്തിൽ ഒതുങ്ങുന്നു. ആ അനുഭവം 5 വിഭജിക്കപ്പെടുന്നു. ശബ്ദ സ്പർശ രൂപരസഗന്ധങ്ങൾ. തീർന്നു. 6ാമത് ഒന്നുമില്ല. വിവേകാനന്ദ സ്വാമി പറയും, 6ാമത് ഒരു ഇന്ദ്രിയം ഉണ്ടായിരുന്നെങ്കിൽ 6ാമതൊരു വസ്തുവിടെ ഉണ്ടെന്ന് കരുതാമായിരുന്നു. പക്ഷെ ഇല്ല, ഇതൊക്കെ ഇന്ദ്രിയങ്ങൾ ഉണ്ടാക്കി കാണിക്കുന്ന വെറും മിഥ്യാദർശനങ്ങൾ. ശബ്ദവുമില്ല, രൂപവുമില്ല, ഉള്ളത് ബോധം മാത്രം. എങ്ങനെ അറിയാം? ബോധമില്ലയോ, ഞാനില്ല, അത് നോക്കിക്കൊള്ളുക. ഇങ്ങോട്ട് അഖണ്ഡ ബോധമില്ലയോ, ഞാനില്ല, ഉണ്ട് ഇല്ല എന്നുള്ള അനുഭവങ്ങളില്ല, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളും ഇല്ല. അപ്പോ ഞാൻ മുതൽ ഇങ്ങോട്ടുള്ളതെല്ലാം മായ, വെറുതെ ഉണ്ടെന്ന് തോന്നുന്നു. അറിവ് മാത്രം, അഖണ്ഡമായ ബോധം മാത്രം സത്യം. അറിവ് സത്യം. ഞാൻ എന്ന ജീവഭാവം ഉണ്ടയില്ല എന്ന് അനുഭവിക്കുന്ന അന്ധക്കരണം, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ 7.
അറിവും ചേർത്ത് 8 എണ്ണം. ഈ 7 എണ്ണം മിഥ്യ, വെറും തോന്നൽ. ആ ഒന്ന് അറിവ് മാത്രം സത്യം. ഇതാണ് പ്രപഞ്ചോത്പത്തി. പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉത്പത്തി ഈ അറിവിലെ കൊച്ചു പദ്യങ്ങളിൽ കൂടി നമുക്ക് അത്യന്തം വ്യക്തമാക്കി തരുന്നു. ഇനി ഞാൻ വായിക്കാം 14ാമത്തെ പദ്യം. അറിയുന്നവനെന്നറിയാം അറിവെന്ന് അറിയുന്നവന് എന്നാകിൽ അറിയുന്നവന് ഞാനെന്ന ജീവന്. ആ ജീവനാണല്ലോ ഈ പ്രപഞ്ചത്തെ ഉണ്ടെന്ന് അറിയുന്നവൻ. അറിവിലെത്തിയാൽ പിന്നെ പ്രപഞ്ചമൊന്നുമില്ല, ഉണ്ടെന്നറിയേണ്ട ആവശ്യവുമില്ല, അറിവ് മാത്രം. അപ്പോ അറിയുന്നവനെന്ന് അറിയാം അറിവെന്നറിയുന്നവനു എന്നാകിൽ അറിയുന്നവനും ഞാനെന്ന ജീവഭാവത്തിനും അറിയുന്നവനെന്നറിയാം, ഞാൻ അറിയുന്നവനാണ് എന്നറിയാം. ഇതാണ് അറിവ്. അറിയുന്നവനെന്നറിയാം അറിവ് എന്നറിയുന്നവനും എന്നാകിൽ അറിയുന്നവനും ഒന്നുകൂടെ വേർതിരിച്ച് മനസ്സിലായിക്കൊള്ളുക. അറിയുന്നവനും ജീവന് അറിയുന്നവനെന്നറിയാം. ഞാൻ അറിയുന്നവനാണ്. ശബ്ദമുണ്ടെന്നറിയുന്നു, രൂപമുണ്ടെന്നറിയുന്നു. അപ്പോ ഞാൻ അറിയുന്നവനാണ് എന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. ഞാൻ അറിയുന്നവനാണ്, ഈ പ്രപഞ്ചമുണ്ടെന്ന് അറിയുന്നവനാണ് ഞാൻ. ആർക്കെങ്കിലും സംശയമുണ്ടോ? അറിയുന്നവനും ജീവനും ഞാൻ അറിയുന്നവനെന്നറിയാം, ഞാൻ അറിയുന്നവനാണ് എന്നറിയാം. അറിയുന്നവനെന്നറിയാം അറിവെന്ന്, അതാണ് അറിവെന്ന് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ഞാൻ അറിയുന്നവനെന്നറിയാം എന്ന അറിവാണ് അറിവ്, പ്രപഞ്ച അറിവ്, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ്. അവിടെ 2 അംശം. അറിയുന്നവൻ അതിസൂക്ഷ്മമാണ്. അറിവെന്ന ഒരംശം, അവൻ എന്ന ഒരംശം. അപ്പോ അറിവിൽ നിന്നും അവൻ രൂപം കൊണ്ടു, ജീവൻ. അതെങ്ങനെ തെളിയുന്നു? ഞാൻ അറിയുന്നവൻ എന്ന അനുഭവത്തിൽ നിന്ന് തെളിയുന്നു. അറിയുന്നവൻ എന്ന അനുഭവത്തിൽ 2 അംശം, അറിവെന്ന അംശം, അവൻ എന്ന അംശം, ആ ജീവഭാവം. ഇത് വ്യക്തമായി തെളിഞ്ഞാൽ 2 ഘടകം വേർതിരിയുന്നു. അറിവ്, അറിയുന്നവൻ, ഇത് രണ്ടും വേർതിരിയുന്നു. അവിടെയാണ് ഉത്പത്തി. അറിവിൽ നിന്നും അറിയുന്നവൻ രൂപം കൊണ്ടു. അറിയുന്നവനിൽ നേരത്തെയുള്ള അറിവും കൂടെ കടന്നു നിൽക്കുന്നു. അതുകൊണ്ടാണ് അവനിൽ 2 ഘടകം വ്യക്തമായി തിരിയുന്നു. അറിവും അവനും ശബ്ദത്തിൽ വേർതിരിയുന്നു. അത് കുറച്ചൊരു ശരിയായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരു ക്ലിഷ്ടത പോലെ തോന്നും. അറിയുന്നവനെന്നറിയാം അറിവെന്ന് അറിയുന്നവനുമെന്നാകിൽ ഇങ്ങനെ വേർതിരിക്കുക. അറിയുന്നവനും അറിയുന്നവൻ എന്ന് അറിയാം. അറിവെന്ന്, അതാണ് അറിവ്, അറിവെന്ന് പറയുന്നത്. അറിവെന്ന് പറയുന്നത് അതാണ്. ഈ ലോകത്തെ അറിവെന്ന് പറയുന്നത് ഞാൻ അറിയുന്നവൻ എന്ന അറിവാണ്. ഞാൻ അറിയുന്നവൻ എന്ന അറിവിൽ 2 ഘടകം വ്യക്തം. അറിവ്, അവൻ, ഇങ്ങനെ 2 ഘടകം. അതായത് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ ശുദ്ധമായ അറിവ്, അതിൽ നിന്നും പൊന്തിയ അവൻ, ആ ജീവൻ, ഞാൻ എന്ന ജീവൻ. അറിയുന്നവനെന്നറിയാം അറിവെന്ന് അറിയുന്നവനും എന്നാകിൽ, അങ്ങനെ അറിയാമെന്നാകിൽ അറിവൊന്ന്, അതായത് 2 എണ്ണം തിരിയുന്നു. അതിൽ അറിവൊന്ന്, അറിയുന്നവനൊന്ന്. അറിവൊന്ന്, അത് നേരത്തെ ഉണ്ടായിരുന്ന അറിവ്, അതിൽ ഒരവൻ കൂടെ ഒന്ന്, അറിയുന്നവൻ ഒന്ന്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ അറിയുന്നതിൽ 6 അറിയുന്നു. ഞാൻ അറിയുന്നവനാണ്. ആ അറിയുന്നതിൽ
ഇനി 6 എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞ ബുദ്ധി, ഉണ്ട് ഇല്ല എന്നറിയുന്ന ബുദ്ധിയും ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളും. ഇങ്ങനെ അറിയുന്നതിൽ 6. ഇപ്പൊ അറിവ്, അറിയുന്നവൻ, അറിയുന്നതിൽ 6. മനസ്സും പഞ്ചതന്മാത്രകളും. അപ്പോ അഖണ്ഡബോധരൂപമായ അറിവ്, അതിൽ അറിയുന്നവൻ, തുടർന്ന് ബുദ്ധി, എന്നിട്ട് ആ ബുദ്ധിയുടെ 5 ഘടകങ്ങൾ, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ. 5. അറിവൊന്ന്, അറിയുന്നവനൊന്ന്, ബുദ്ധി 1, പഞ്ചതന്മാത്രകൾ 5, 8. തീർന്നു. പ്രപഞ്ചത്തിന്റെ വിവരണം തീർന്നു. അറിയുന്നവനെന്നറിയാം, അറിവെന്ന് അറിയുന്നവനുമെന്നാകിൽ അറിവൊന്ന്, അറിയുന്നവനൊന്ന്, അറിയുന്നതിൽ 6 ആയ ബുദ്ധിയും പഞ്ചതന്മാത്രകളും. അങ്ങനെ 8 ഈ 8 അറിവ് മാത്രം സത്യം, ബാക്കി 7 അസത്യം. അറിയുന്നവനും ബുദ്ധിയും പഞ്ചതന്മാത്രകളും അസത്യം. അറിയപ്പെടും ഇതിനൊത്ത്. എന്തിന്? അറിയപ്പെടുന്ന ഈ പ്രപഞ്ചം. അറിയപ്പെടുന്ന പ്രപഞ്ചം ഏതെല്ലാമാണ്? അറിയുന്നവൻ, ബുദ്ധി, പഞ്ചതന്മാത്രകൾ. ബുദ്ധിയുടെ അനുഭവം 2. അത് അതിനെ ഒരുമിച്ചാണ് ബുദ്ധി എന്ന് പറയുന്നത്. ഉണ്ട് ഇല്ല, ഉണ്ട് ഇല്ല എന്നറിയുന്നത് ഒരേ ബുദ്ധിയാണ്. അതുകൊണ്ട് 2 കണക്കാക്കപ്പെടുന്നില്ല ബുദ്ധി. ആ ബുദ്ധി അന്ധക്കരണമെന്നോ മനസ്സെന്നോ എന്ത് പേര് വേണോ പറഞ്ഞോളൂ, അസൂക്ഷ്മ ശരീരമെന്നോ എന്ത് പറഞ്ഞാലും വിരോധമില്ല. അഖണ്ഡബോധരൂപമായ സത്യം അറിവ് അതുള്ളത്. അതിൽ മായ ആദ്യമുണ്ടാക്കുന്നത് ഞാൻ, അറിയുന്നവൻ എന്ന ജീവഭാവം. അതിനെ തുടർന്ന് ആ ജീവന് വന്നു ചേരുന്ന അനുഭവമാണ് ബുദ്ധി. ഉണ്ട് ഇല്ല, ഉണ്ട് ഇല്ല. ആ ബുദ്ധി 5 ഘടകങ്ങളിൽ വേർതിരിയുന്നു. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ. അപ്പോൾ അറിവ്, അറിയുന്നവൻ, ബുദ്ധി, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ 5, 8. ആകെ 8. ആകെ ആ 8 അറിവ് മാത്രം സത്യം, ബാക്കി 7 വെറും മായയുടെ കളി. അതുകൊണ്ട് എന്ത് വേണം? സത്യം അറിയണമെങ്കിൽ ഈ 7 കൂടി അസത്യമാണെന്ന് ഭാവന ചെയ്യുക. അതുകൊണ്ടാണ് അതിൽ മായ ഉണ്ടാക്കി തീർക്കുന്നതാണല്ലോ. മരുഭൂമിയിൽ കാണപ്പെടുന്ന വെള്ളം മരുഭൂമി തന്നെ, അവിടെ അങ്ങനെ വെള്ളമൊന്നുമില്ല. അതാണ് ഇതിന്റെ രഹസ്യം. അതിനു വേണ്ടിയാണ് അറിവിൽ നിന്ന് ഈ 7 രൂപപ്പെടുന്നത് പോലെ തോന്നി എന്ന് പറയുന്ന എന്തിന്? ഇതൊക്കെ അറിവ് തന്നെ. അറിവല്ലാതെ ഇവിടെ അണുപോലും മറ്റൊരു വസ്തുവും ഇല്ല എന്ന് വെളിപ്പെടുത്തി തരാനാണ് ഈ വിവരണമെല്ലാം. മരുഭൂമി അല്ലാതെ വെള്ളം ലേശവും ഇല്ല. ഇപ്പൊ വെള്ളം കാണുന്നതോ മരുഭൂമി തന്നെ. ആ കാണുന്ന വെള്ളവും മരുഭൂമി തന്നെ, ഉറപ്പിക്കൂ. അതുപോലെ ഈ കാണുന്നതൊക്കെ ബ്രഹ്മം തന്നെ. ബ്രഹ്മമല്ലാതെ നേഹനാനാസ്തി കിഞ്ചന. മനസ്സുകൊണ്ട് ഇത് നല്ലവണ്ണം ചിന്തിച്ചറിയണം. ഇത് ഉപനിഷത് മന്ത്രമാണ്. ഗുരുദേവൻ ദർശനമാലയിൽ അത് എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. മനസ്സൈവേദമാപ്തവ്യം നേഹനാനാസ്തി കിഞ്ചന യശ്യതീഹ നാനേവ മൃത്യോർമൃത്യും സഗച്ഛതി. ആരാണോ പലതുള്ളതുപോലെ കാണുന്നത് അവൻ മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് പോയേണ്ടി വരും. അറിയപ്പെടും ഇതിനൊത്ത് ഈ അറിവ് 7. അറിയപ്പെടുന്നതോടുകൂടി അറിയപ്പെടും ഇതിനൊത്ത് ഈ അറിവ് 7 ഒന്നിങ്ങ് താനും 8ആയി. അറിവ്, അറിയപ്പെടുന്ന 7, അങ്ങനെ താനും കൂടി ചേർന്ന് 8ആയി. അറിവിങ്ങനെ വെവ്വേറായി അറിയപ്പെടും. ഒരേ അറിവ് തന്നെ ഇങ്ങനെ പലതായി അറിയപ്പെടും എന്നതും വിടർത്തിയിടിൽ
ആ അറിവിനെ വേണ്ട പോലെ വിശകലനം ചെയ്തറിഞ്ഞാൽ ഒരേ അറിവ് തന്നെയാണ് ഇങ്ങനെ പലതായി അറിയപ്പെടുന്നത് എന്ന് അത്യന്തം സ്പഷ്ടമായി തെളിയും. ഞാൻ എന്ന ജീവഭാവം ഉൾപ്പെടെ ഇങ്ങോട്ടുള്ള ബുദ്ധിയും അറിയപ്പെടുന്ന പഞ്ചതന്മാത്രകളുമെല്ലാം ജഡാംശം ഉൾപ്പെടുന്ന അസത്യങ്ങളാണ്. അവയിൽ നിന്നുമാണ് നമുക്ക് രക്ഷപ്പെടേണ്ടത്. അവയൊക്കെ പ്രത്യേകമാണെന്ന് കരുതി ഞാൻ വേറെ, ഈ ജഡഭാവങ്ങൾ വേറെ എന്ന് പറഞ്ഞ് അതിലൊക്കെ കയറി സംഘബദ്ധമായാൽ എന്റേത് നിന്റേത് ആർക്കെന്ത് കിട്ടാൻ തോന്നും? എവിടുന്ന് വന്നു എന്നറിഞ്ഞുകൂടാ. ഈ പരമസത്യം എന്താണെന്ന് ബോധ്യപ്പെടുന്നത് വരെ ഞാൻ ആരെന്നറിഞ്ഞുകൂടാ, ഈ അറിയപ്പെടുന്നത് എന്താണെന്നറിഞ്ഞുകൂടാ. അതിൽ കയറി ബന്ധിക്കുക, എന്റെ ശരീരം, എന്റെ വീട്, എന്റെ കുടുംബാംഗങ്ങൾ. എന്തിനാണ് ഈ ബന്ധിക്കുന്നത്? അതൊക്കെ ഇരുന്നോട്ടെ, ഒക്കെ ഒരേ ഈശ്വരൻ. എന്തുകൊണ്ട് ബന്ധിക്കരുതെന്ന് പറയുന്നു? എന്റെ കുടുംബം, എന്റെ ശരീരത്തോട് പോലും എന്റേതെന്ന് പറഞ്ഞ് ബന്ധിക്കരുത്. എന്തിനു പറയുന്നു? ബന്ധിക്കലാണ് ദുഃഖം. നിങ്ങൾക്ക് ദുഃഖമല്ലേ ഒഴിവാക്കേണ്ടത്? ഈ ബന്ധം വെച്ചുകൊണ്ട് എന്തെങ്കിലും ദുഃഖം ഒഴിവാക്കാൻ പറ്റുമോ? ശരീരം ജീർണിച്ച് സുഖേട് പിടിച്ച് കിടന്നുഴലുകയാണ്. എന്നാലും എന്റെ ശരീരം ഒരു നിമിഷം അത് വിട്ടുപോകുന്നു. ഈ ബന്ധം കൊണ്ട് എന്താ സാധിച്ചത്? പെടയാണ്, പെടയൽ മാത്രം. വേറെ എന്ത് സാധിച്ചു? നേരെ മറിച്ച് ഈ ബന്ധിക്കാതെ ചെയ്യേണ്ടതൊക്കെ ചെയ്യും. ഒക്കെ ഈശ്വരമയം. കുടുംബം ഈശ്വരമയം, പണം ഈശ്വരൻ. എനിക്കൊന്നിനോടും ബന്ധമില്ല, ഒക്കെ ഒരേ വസ്തു. ശരീരത്തോട് പോലും പ്രത്യേകിച്ചൊരു ബന്ധവുമില്ല. അതും ഈ ബോധം ജഗതീശ്വരൻ. അതില്ലാതാവുന്നില്ല, ഒരേ ബോധം. ശരീരത്തിന്റെ തോന്നൽ വെറും മായ. ഇതുറപ്പുണ്ടോ? മരിക്കാൻ സമയത്ത് നല്ല ചിരിച്ചുകൊണ്ട് മരിക്കാം. നമുക്കതിന് സാധിക്കണം. അതിനുവേണ്ടിയാണ് ഇതൊക്കെ. മരിക്കാൻ സമയത്ത് ബന്ധുക്കളൊക്കെ ചുറ്റുപാടും വന്ന് നിൽക്കുന്നു. അവരോട് ചിരിച്ചുകൊണ്ട് പറയണം, ഒന്നുമില്ല, ഇത് ഓർമ്മിച്ചുകൊണ്ട് മരിച്ചാൽ മരിക്കുന്നില്ല, ദുഃഖം ലേശവുമില്ല. ഇത് ഓർമ്മിക്കാതെ മരിച്ചാലോ നമുക്ക് പിടഞ്ഞു മരിക്കാം. നമ്മ നോക്കി നിൽക്കുന്നവർക്ക് കുറച്ചു ദിവസം പിടയാം, പിന്നെ അതൊക്കെ അങ്ങ് പോവും. എത്ര പേർ മരിച്ചു. ഇവിടെ ആരെക്കുറിച്ച് ആർക്കെന്താ ഉത്കണ്ഠ? വാസ്തവത്തിൽ ഇതുപോലൊരു മായ വേറൊന്നും സംഭവിക്കാനില്ല. ചിന്തിക്കുന്നവർക്ക്. ചിന്തിക്കാത്തവർക്ക് ബന്ധുക്കൾ മായ. 10-20 കൊല്ലം കഴിഞ്ഞാലും അവരുടെ പടങ്ങളൊക്കെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്ന എന്തിനാ? ദുഃഖം തുടരുകയാണ്. മരിച്ചു 10-20 കൊല്ലമായി, ദുഃഖം തീരുന്നില്ല. താഴെ എഴുതിയിരിക്കുന്ന സന്തപ്ത കുടുംബാംഗങ്ങൾ. ഈടാ, ഇതിനാണോ ജീവിതം? ഒരാൾ മരിച്ചു 10-20 കൊല്ലമായി, ഇപ്പോഴും സന്തപ്ത കുടുംബാംഗങ്ങളാവും. ആരെയും കുറ്റം പറയല്ലേ? ഈ മായയിൽ അതൊക്കെ സംഭവിച്ചേ തീരൂ. പക്ഷെ എന്തിന് നമുക്ക് സുഖമായിട്ട് ജീവിച്ചൂടെ? മരിക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ സുഖിച്ചൂടെ? എന്താ, മരിക്കുന്നയാളിന് സുഖിക്കാം. എല്ലാവരോടും ചുറ്റും നിങ്ങളാരും ദുഃഖിക്കണ്ട, ഞാൻ സാക്ഷാൽ ബോധവസ്തുവാണ്, ഞാൻ മരിക്കുന്നില്ല, ഞാൻ വിചാരിച്ചാൽ പോലും എനിക്ക് മരിക്കാൻ സാധ്യമല്ല. അജോ നിത്യശാശ്വതോയം പുരാണോ. ഞാൻ വിചാരിച്ചാൽ പോലും എനിക്ക് മരിക്കാൻ സാധ്യമല്ല. ഞാനിതാ നല്ല പുഞ്ചിരി തൂയിക്കൊണ്ട് ഈ ശരീരം വിടുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു. നിങ്ങളും സൗകര്യമുണ്ടെങ്കിൽ എന്നെപ്പോലെ ഈ ശരീരം വിടാൻ കരുത്തരായി തീരണം, സാധിക്കും എന്ന് ബന്ധുക്കളെയും കൂട്ടുകാരെയും ഒക്കെ ധരിപ്പിച്ചുകൊണ്ട് ഈ ശരീരം വിടുന്നു എന്ന നാടകം അഭിനയിക്കാൻ പറ്റുമോ? അവിടെയാണ് ജീവിതത്തിന്റെ വിജയം. അല്ലാതെ ഞാൻ സ്വർഗം പിടിച്ചടക്കി സാമ്രാജ്യം നേടി എന്നിട്ട് പിടഞ്ഞിങ്ങനെ മരിക്കുക. എത്ര പേരെ നമ്മൾ കാണുന്നു. ആർക്കെന്ത് പ്രയോജനം? എന്ത് നേടി? ഇത് നല്ലതൊന്ന് എല്ലാം നേടുക വേണമെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ
ഒന്നും നേടുന്നില്ല എന്നുറപ്പാക്കിക്കൊള്ളുക. ഇവിടെ ഒരു വസ്തുവേ ഉള്ളൂ. ഒന്നും നേടാനുമില്ല, ഒന്നും നഷ്ടപ്പെടാനുമില്ല. ഒന്നും നഷ്ടപ്പെടാനും. ഖഡ്വാങ്കൻ തുടങ്ങിയ ചക്രവർത്തിമാരെ പോലെ, ഖഡ്വാങ്കൻ അയോധ്യയിൽ സൂര്യവംശ ചക്രവർത്തിയായിരുന്നു, മഹാഗംഭീരൻ. അദ്ദേഹം തന്നെ പറയുന്നു, കുട്ടിക്കാലം മുതൽ ഞാൻ ഈ പരമസത്യത്തെ അല്ലാതെ മറ്റൊന്നിനെയും കണ്ടിട്ടില്ല എന്ന് വെച്ച് രാജ്യം ഭരിക്കാതിരുന്നില്ല. അദ്ദേഹത്തിന്റെ കീർത്തി സ്വർഗത്തിൽ വ്യാപിച്ചു. ഒടുവിൽ ദേവേന്ദ്രൻ അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് ക്ഷണിച്ചു. ദേവേന്ദ്രൻ അസുരന്മാരെ ജയിക്കണം, ദേവേന്ദ്രന് പറ്റുന്നില്ല. ഖഡ്വാങ്കനെ വിളിച്ചു. ഞാനീ പറയുന്നത് ഈ സത്യം പിന്തുടർന്നു എന്ന് വെച്ച് ഈ വ്യവഹാരത്തിൽ യാതൊന്നിനും തടസ്സമില്ലെന്ന് മാത്രമല്ല, കർമ്മരംഗത്ത് ഈ നാടകാഭിനയത്തിൽ അതിയായ സാമർഥ്യം, കൗശലം. കൃഷ്ണൻ തന്നെ പറയുന്നത് യോഗകർമ്മസു കൗശലം. കർമ്മമില്ല, വെറും അഭിനയം. അത് നല്ല ബോധ്യമുണ്ടെങ്കിൽ കർമ്മത്തിൽ കൗശലം, സാമർഥ്യം. എന്താ സാമർഥ്യം? ദുഃഖിക്കാതെ കർമ്മം ചെയ്യൂ. ഖഡ്വാങ്കനെ പോലെ അദ്ദേഹം എല്ലാം യുദ്ധമൊക്കെ ജയിച്ചു. തിരിച്ചു വന്നപ്പോൾ സ്വർഗം കൊടുക്കാമെന്ന് പറഞ്ഞു. വേണ്ട, എനിക്ക് സ്വർഗമൊന്നും ആവശ്യമില്ല. നേരെ കൊട്ടാരത്തിൽ വന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ഇവിടെ വന്നിട്ട് എല്ലാം അനന്തരാവകാശികൾക്ക് കൊടുത്തു, ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി. എന്നിട്ട് ഇതിൽ വ്യവസിതോ രാജ, ഇവിടെ ആ നാരായണൻ മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല. ഇതിൽ വ്യവസിതോ രാജ നാരായണപരായണ. അദ്ദേഹത്തിന് നാരായണൻ മാത്രം, യാതൊന്നു കണ്ടത് നാരായണ പ്രതിമ എന്നുവെച്ച് ഒരു കർമ്മത്തിൽ നിന്നും വ്യതിചലിച്ചില്ല. അദ്ദേഹം സർവം ബ്രഹ്മമയം എന്ന് വ്യക്തമായി അനുഭവിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്ക് തോന്നുമ്പക്കവണ്ണം ശരീരം ഉപേക്ഷിച്ചു. ഖഡ്വാങ്കനെന്ന് ധരണീശന്നു കങ്കുരു മുഹൂർത്തേന നീ ഗതി കൊടുപ്പാനുണ്ട് വിധി എഴുതച്ഛൻ പറയുന്നില്ലേ, അതാണ് ഈ ഖഡ്വാങ്കൻ. മഹാചക്രവർത്തി, ദേവേന്ദ്രന് കഴിയാത്ത അസുരജയം സാധിച്ച ആൾ. എന്തിനത് പറയുന്നു? ഈ സത്യം ഉറപ്പിക്കുന്ന ആളിനെ വേണമെങ്കിൽ ഇവിടെ കർമ്മം ചെയ്യാനൊന്നും ഒരു പ്രയാസമില്ല. ഏത് ഗംഭീരനേക്കാളും ഗംഭീരമായിട്ട് കർമ്മം ചെയ്യാം. ഈ സത്യമറിഞ്ഞവർ മാത്രമാണ്. കർമ്മരംഗത്ത് പോലും അനേക ജന്മങ്ങൾ കൊണ്ട് സാധിക്കാത്ത കർമ്മങ്ങൾ അവർ സാധിച്ചിട്ടുണ്ട്. ഗുരുദേവനെ പോലുള്ളവർ തന്നെ. എന്താ വെറുതെ ഇരുന്നോ? കർമ്മരംഗത്ത് അത് ഗംഭീരമായ വിപ്ലവം. എന്താ, ഗുരുദേവൻ ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്, സാമൂഹ്യ വിപ്ലവകാരിയാണ്, സാമൂഹ്യ പ്രവർത്തകൻ. സാമൂഹ്യ വിപ്ലവകാരി എന്ന് വെച്ചാൽ ആരും ധൈര്യപ്പെടാത്ത എത്ര കാര്യങ്ങൾ അദ്ദേഹം സമൂഹത്തിൽ നിർഭയനായി ചിരിച്ചുകൊണ്ട് നിർവഹിച്ചു. വേറെ വിപ്ലവമൊന്നും കൊലയും ഒന്നും നടത്തിയില്ല. സാമൂഹ്യ പരിഷ്കർത്താവ് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ നിസ്സാരമായിട്ട് ഇല്ലാതാക്കി. ആ കൗശലമൊക്കെ അദ്ദേഹത്തിന് എവിടുന്ന് കിട്ടി? സാമൂഹ്യ പരിഷ്കർത്താവും സാമൂഹ്യ പ്രവർത്തകനും സാമൂഹ്യ വിപ്ലവകാരിയും ഒക്കെയായി രംഗത്ത് വരാനുള്ള കൗശലം എവിടുന്ന് കിട്ടി? ഈ ബ്രഹ്മബോധം, സർവം ബ്രഹ്മമയം എന്ന് അതിഗംഭീരമായി ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തു. അതാണ് യോഗ കർമ്മസു കൗശലം. ഈ കർമ്മത്തിൽ സാമർഥ്യം വന്നു ചേരുന്നത് ഈ യോഗം കൊണ്ടാണ്. ഒരു യോഗി കർമ്മം ചെയ്യാൻ തീരുമാനിച്ചാൽ അദ്ദേഹത്തെ തടയാൻ ഈ ലോകത്തൊന്നും ഒരു ചക്രവർത്തിക്കും സാധ്യമല്ല. ആരോടും എതിർപ്പൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഏത് ചക്രവർത്തിയും പരുങ്ങി നിൽക്കും. അതെങ്ങനെ നിൽക്കുന്നു? അതാണ് ആ സത്യത്തിന്റെ നിയമം. നമ്മൾ പലപ്പോഴും മഹാത്മാഗാന്ധിയൊക്കെ ഉണ്ട്. അദ്ദേഹം അത്ര വലിയ പൂർണ്ണ ബ്രഹ്മനിഷ്ഠ വന്ന ആളല്ല, എങ്കിലും പൂർണ്ണമായ ഒരു അർപ്പണബുദ്ധി ഉണ്ടായിരുന്നേ. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ ഒരു അസ്ഥിപഞ്ചരമായ മനുഷ്യൻ അദ്ദേഹത്തെ ആരംഭകാലത്ത് തന്നെ ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ വെടിവെച്ചൊന്നും കളഞ്ഞാൽ പോരെ? പറ്റില്ല.
ചർച്ചിൽ പോലും പറയുന്നത് ഈ ഫക്കീറിനെ, അർത്ഥനഗ്നനായ ഈ ഫക്കീറിനെ മാത്രമാണ് എനിക്ക് ലോകത്ത് പേടിയെന്നാണ്. അത് ചർച്ചിലിന് പേടിക്കത്തൊക്കെ എന്തിരിക്കുന്നു? ഒരു വെടി തീർന്നു. എന്താ വെടിവെക്കാത്തത്? അവിടെയാണ് ഈ ജഗദീശ്വരൻ. വെടിവെക്കാൻ തോന്നുന്നില്ല, പേടി. വെടിവെക്കാൻ പറ്റില്ല. ഇപ്പൊ നൗഹാലിയിലും മറ്റും അങ്ങനെ സാമുദായികളുടെ ശവം, മൃതശരീരങ്ങൾ ചിതറിക്കിടക്കുന്നിടത്ത് തനിയെ അത് സഞ്ചരിക്കാൻ ഏർപ്പെട്ടു. അത് ഒരിടത്ത് ചെന്നപ്പോ എല്ലാവരും പൊക്കോളാൻ പറഞ്ഞു. അപ്പോ ആരോ ചോദിച്ചു, അങ്ങൊരു അസ്ഥിപഞ്ജരം അല്ലേ, ആരെങ്കിലും ഒന്ന് ഉറക്ക ഊതിയാൽ അങ്ങ് വീണു പോകുമല്ലോ, അതൊന്നും സാരമല്ല. ഞാനല്ല ഈ പോകുന്നത്, എന്നെ ഒരാൾ കൊണ്ടുപോവുകയാണ്. അങ്ങ് അദ്ദേഹത്തിന് വേണ്ടെങ്കിൽ ഈ അസ്ഥിപഞ്ജരം എവിടെ വേണോ വീണോട്ടെ, ആരും ഒന്നും ചെയ്തില്ല. ഇങ്ങനെയൊക്കെ എത്ര സംഭവങ്ങൾ. അതൊക്കെ പോട്ടെ. എന്നുവെച്ചാൽ പൂർണ്ണ ബ്രഹ്മനിഷ്ഠയില്ലെങ്കിൽ പോലും ഒരർപ്പണബുദ്ധി തന്നെ പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ എന്നെ നയിക്കുന്നത് ഈശ്വരനാണ്, ഞാനല്ല. ഞാൻ വെറും ഒരു ഉപകരണം. ഗീത പറയുമ്പോൾ അർജുന നിമിത്തമാത്രം ഭവ സവ്യസാച്യം. ഞാൻ ഈ ഭീഷ്മരെയും ദ്രോണരെയൊക്കെ കൊന്നു നിർത്തിയിരിക്കുകയാണ്. മയാ ഹതാൻ ത്വം ജഹി, ഞാൻ കൊന്നവരെ നീ ഒരിക്കൽ കൂടെ കൊന്നേക്ക്. നിമിത്തമാത്രം ഭവ, എന്റെ കയ്യിലെ ഒരു ഉപകരണമായി പ്രവർത്തിക്കൂ. നിന്റെ പിന്നിൽ ഞാൻ കാണും. അതാണ് ഈശ്വരബുദ്ധിയിൽ പൂർണ്ണ അർപ്പണം വന്ന ഒരാളിന്റെ മാനസിക മഹത്വം. ഇതിൽ നിന്നൊക്കെ നമുക്ക് അറിയാനുള്ള അറിവ് അതുമാത്രമാണ്. സർവം ഈശ്വരമയം. അത് രാപകൽ ഉറപ്പിച്ചുകൊണ്ട് നിർഭയന്മാരായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലാതെ ജീവിതത്തെ അടിച്ചു താറുമാറാക്കാൻ വേണ്ടിയൊന്നും അല്ല വേദാന്തം. വേദാന്തം പോലെ, യഥാർത്ഥ വേദാന്തം പോലെ ജീവിതത്തിനുറപ്പ് തരുന്ന മറ്റൊന്നും ഈ ലോകത്തില്ല. കാരണം എന്താ? പരമസത്യം ഉള്ള കയ്യിലെ നെല്ലിക്ക പോലെ തെളിയുന്നു. ഇനി ആരെ പേടിക്കാൻ? അതിനുള്ള കരുത്ത് ജഗദീശ്വരൻ നമുക്കൊക്കെ തന്നനുഗ്രഹിക്കുമാറാകട്ടെ. അത്ഭുതകരമായ ഒരു കൃതിയാണ് ഈ അറിവ് എന്ന് പറയുന്നത്. എല്ലാവരെയും ഗുരുദേവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരം.